മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാമിനെ സമഗ്രവും ഹ്രസ്വവുമായും വിവരിക്കുന്ന വളരെ പഠനാർഹമായ വീഡിയോ ആണ് ഇത്. ഇത്തരം അപൂർവമായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുമെന്ന് കരുതുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ 84 ഡാമുകളുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തവും ലോകത്ത് ഇന്നുള്ള ഭൂഗുരുത്വ അഥവാ ഗ്രാവിറ്റി ഡാമുകളിൽ ഏറ്റവും പഴക്കമുള്ളതുമാണ് മുല്ലപ്പെരിയാർ ഡാം. അഥവാ വെള്ളം തടഞ്ഞു നിർത്താൻ സ്വന്തം ഭാരത്തെ ആശ്രയിക്കുന്ന അത്യപൂർവം ഡാമുകളിലൊന്നാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 881 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന് 53.6 മീറ്റർ ഉയരവും 365.7 മീറ്റർ നീളവുമാണുള്ളത്. ഇതിൻ്റെ ജലസംഭരണിക്ക് 44,32,30,000 ക്യൂബിക് മീറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഇതിന് കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച് കേരളത്തിൽ തന്നെ അവസാനിക്കുന്ന വൃഷ്ടിപ്രദേശമാണുള്ളത്. ഇതിൻ്റെ ചുറ്റുമായി നിലകൊള്ളുന്ന തേക്കടി വന്യജീവി സങ്കേതം ഇതിനെ വ്യത്യസ്തവും കാതലുള്ളതുമാക്കുന്നു. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സുർക്കി മിശ്രിതം എന്നാൽ ചുണ്ണാമ്പ് ചുട്ട ഇഷ്ടിക പൊടിച്ച മണ്ണ് ചേർത്ത് ഉണ്ടാക്കുന്ന പ്രത്യേക കൂട്ട് ആണ്. മണലിനേക്കാളും മറ്റു മിശ്രിതങ്ങളെക്കാളും സുർക്കി ഉപയോഗിക്കുന്നതിനാൽ ചെലവ് കുറവും ഉറപ്പ് കൂടുതലുമാണ്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമിളി വില്ലേജിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് തമിഴ്നാടിനാണ് എന്നല്ല, തമിഴ്നാടിൻ്റെ ഇന്നുള്ള കാർഷിക സാമ്പത്തിക സമൃദ്ധിക്ക് തന്നെ കാരണം മുല്ലപ്പെരിയാറാണെന്നതിൽ സംശയമില്ല. പ്രതിവർഷം 50,000 കോടി രൂപയാണ് തമിഴ്നാടിന് മുല്ലപ്പെരിയാർ കാരണമായി ലഭിക്കുന്ന ലാഭമെന്നതും കൗതുകമുളവാക്കുന്നതാണ്. തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്നുത്ഭവിക്കുന്ന മുല്ലയാർ, പെരിയാർ എന്നീ നദികൾ ഇതിൻ്റെ പ്രധാന പോഷക നദിയായി ഉത്ഭവിക്കുന്നത് കൊണ്ടാണ് ഇതിന് ആ പേര് വന്നത്. ഇത്രയും വിവരിച്ചത് മുല്ലപ്പെരിയാറിൻ്റെ മുഖവുരയാണെങ്കിൽ ഇനി നമുക്ക് അതിൻ്റെ നിർമ്മാണത്തിന് ഇടയാക്കിയ അടിസ്ഥാന കാരണങ്ങൾ പരിശോധിക്കാം. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിലേക്കെത്തുന്ന പെരിയാറിനെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ കഠിന വരൾച്ചയനുഭവിച്ചു കൊണ്ടിരുന്ന തമിഴ്നാട്ടിലെ കാർഷികാവശ്യങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കാമെന്നായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രധാന നിർമ്മാണോദ്ദേശ്യം. 1895 നിർമ്മിച്ച ഈ അണക്കെട്ട് 999 വർഷത്തേക്ക് തമിഴ്നാട് പാട്ടത്തിനെടുത്തിരിക്കുകയാണെന്ന് പറയപ്പെടുന്നു. കേരളത്തിലുള്ള ഈ അണക്കെട്ടിൻ്റെ നിയന്ത്രണം തമിഴ്നാടിൻ്റെ കൈവശമാണെന്നതും വിരോധാഭാസവും അതിശയകരവുമാണ്. ഇനി നമുക്ക് നിർമ്മാണത്തിനിടയായ പ്രധാന പദ്ധതികളെ സംബന്ധിച്ച് പഠിക്കാം. ഇത് പ്രധാനമായും 4 എണ്ണമാണ്. 17-ാം നൂറ്റാണ്ടിൽ അഥവാ 1789 ഇത് സംബന്ധമായ ആദ്യ കൂടിയാലോചനകൾ തുടങ്ങി. 1850 പെരിയാറിലെ വെള്ളത്തെ മല തുരന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈഗാ നദിയിലെത്തിക്കാൻ പദ്ധതിയിട്ടുവെങ്കിലും നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു. 1867 പെരിയാറിൽ 162 അടി ഉയരമുള്ള അണ കെട്ടി ചാലുകൾ വഴി വൈഗാ നദിയുടെ കൈവഴിയായ സുരുളിയാറിലേക്ക് വെള്ളമെത്തിക്കാനായി കണ്ടെത്തിയ പദ്ധതിയുടെ നിർമ്മാണവേളയിൽ വെള്ളം താൽക്കാലികമായി തടഞ്ഞുവെക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം അതും ഉപേക്ഷിക്കപ്പെട്ടു. അതേ വർഷത്തിൽ തന്നെ മറ്റൊരു പദ്ധതിയും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 1882 മുൻ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് 155 അടി ഉയരമുള്ള അണക്കെട്ട് നിർമ്മാണത്തിന് പദ്ധതിയിട്ടു. അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ ഇതു സംബന്ധിച്ച കരാറിലേർപ്പെടാൻ ആദ്യം സന്നദ്ധനായിരുന്നില്ലെങ്കിലും ബ്രിട്ടീഷ് അധികാരികൾ
നേവരമായ ബലപ്രയോഗത്തിലൂടെ 1886 മേൽക്കരാറിൽ ഒപ്പുവെപ്പിച്ചു. അനന്തരം 1895 ഇപ്പോൾ നാം കാണുന്ന അണക്കെട്ടിൻ്റെ പണി പൂർത്തിയായി. മുല്ലപ്പെരിയാറിൻ്റെ നിർമ്മാണ ചരിത്രം പറയുമ്പോൾ മറക്കാനാവാത്ത വ്യക്തിത്വമാണ് ഇതിൻ്റെ ഉപജ്ഞാതാവും സൃഷ്ടികർത്താവുമായി അറിയപ്പെടുന്ന ഇംഗ്ലീഷുകാരനായ ജോൺ പെനിക്യൂക്ക്. 1858 കാനഡയിലെ റോയൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബ്രിട്ടീഷ് റോയൽ എഞ്ചിനീയർ എന്ന ബിരുദം കരസ്ഥമാക്കിയ ആളായിരുന്നു അദ്ദേഹം. ജോൺ പെനിക്യൂക്കിൻ്റെ നേതൃത്വത്തിൽ വളരെ കാലം പരിശ്രമിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിനു വേണ്ടി അന്നത്തെ കണക്കനുസരിച്ച് 62 ലക്ഷം ഇന്ത്യൻ രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതി തയ്യാറാക്കി. 1887 അണക്കെട്ടിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ഉടൻ തന്നെ ബ്രിട്ടീഷ് ആർമിയിലെ നിർമ്മാണ വിദഗ്ധരും തൊഴിലാളികളും ചേർന്ന് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ കനത്ത മഴയും വെള്ളപ്പൊക്കവും നിർമ്മാണത്തെ ഇടതടവില്ലാതെ തടസ്സപ്പെടുത്തി. കെട്ടിപ്പൊക്കിയ ഭാഗം വെള്ളപ്പാച്ചിലിൽ നശിച്ചുപോയി. നിരവധി ജോലിക്കാർക്ക് ജീവഹാനിയും വൻ നാശനഷ്ടവുമുണ്ടായി. ഇതോടെ നിർമ്മാണം തുടരേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചു. നിരാശനായ ജോൺ പെനിക്യൂക്ക് കുടുംബസമേതം ഇംഗ്ലണ്ടിലേക്ക് പോയി. എന്നാൽ ഞാൻ തന്നെ ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം ദൃഢപ്രതിജ്ഞയെടുത്തിരുന്നു. ഇംഗ്ലണ്ടിലെത്തിയ അദ്ദേഹവും ഭാര്യ ഗ്രേസ് ജോർജീനയും അവിടെയുള്ള തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ വിറ്റു പണമാക്കിയ ശേഷം ഇന്ത്യയിലേക്കു തിരിച്ചു വരികയും ഒരു വേനൽക്കാലത്തിൻ്റെ ആരംഭത്തിൽ നിർമ്മാണം പുനരാരംഭിക്കുകയും ശക്തമായ അടിത്തറ പാകുകയും ചെയ്തു. തൊട്ടു പിന്നാലെ വന്ന മഴക്കാലം ആ അടിത്തറയെ തകർത്തില്ല. അതോടെ പെനിക്യൂക്കിൻ്റെ ദൃഢനിശ്ചയത്തിന് ബ്രിട്ടീഷ് സർക്കാർ ഉറച്ച പിന്തുണ നൽകി. 81,30,000 ഇന്ത്യൻ രൂപ ചെലവഴിച്ചു 1895 അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ഇതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടുകൊണ്ട് പരിപോഷിതമായ പ്രദേശത്തെ വീടുകളിൽ ദൈവങ്ങളുടെ ചിത്രത്തോടൊപ്പം ജോൺ പെനിക്യൂക്കിൻ്റെ ചിത്രം കൂടി കാണാറുള്ളത്. അത്രയും ആരാധ്യനായി മാറിയിട്ടുണ്ട് അദ്ദേഹം. ഏതു ചരിത്രത്തിൻ്റെയും പിന്നിൽ പലരുടെയും പരിശ്രമമുണ്ടെന്നത് മഹാസത്യം. ഇനി നമുക്ക് കാലാകാലങ്ങളായി ഉയർന്നു കേൾക്കാറുള്ള മുല്ലപ്പെരിയാറിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം എന്താണെന്ന് ഹ്രസ്വമായി പരിശോധിക്കാം. സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദവും കോലാഹലങ്ങളും നിർമ്മാണത്തിന് മുമ്പേ തുടങ്ങിയതുമാണ്. തമിഴ്നാട് ഭരണകൂടം അണക്കെട്ടിൽ സംഭരിക്കാവുന്ന ജലത്തിൻ്റെ അളവ് കൂട്ടണമെന്ന് തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത്രയും പഴയ ഒരണക്കെട്ടിന് അത് താങ്ങാൻ സാധിക്കുകയില്ലെന്നും അതിൻ്റെ താഴ് പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് വൻ ഭീഷണിയാണെന്നുമാണ് കേരളത്തിൻ്റെ വാദം. ഇതാണ് വിവാദങ്ങളുടെ കാതൽ. പക്ഷേ നിയമ പോരാട്ടങ്ങളിലെല്ലാം തമിഴ്നാടിനായിരുന്നു വിജയം. ഉദാഹരണത്തിന് സുപ്രീം കോടതി 2006 നൽകിയ വിധിയിൽ തമിഴ്നാടിന് കൂടുതൽ ജലം സംഭരിക്കാൻ കേരളം സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഉത്തരവിട്ടു. എന്നാൽ കേരളം ഇതിനെതിരെ നിയമസഭയിൽ പാസാക്കിയ ബില്ല് കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി തടയുകയും ചെയ്തു. 2014 മെയ് 7 സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിൻ്റെ വിധിയും തമിഴ്നാടിന് അനുകൂലമായി വന്നു. ഈ വിധി കേരളത്തിന് തികച്ചും പ്രതികൂലമായിരുന്നു. 136 അടിയിൽ നിന്ന് 142 അടിയിലേക്ക് ജലനിരപ്പുയർത്താമെന്നും അണക്കെട്ടിൻ്റെ നിരീക്ഷണത്തിന് 3 അംഗ സമിതിയെ നിയോഗിക്കാമെന്നും അന്നത്തെ സുപ്രീം കോടതി വിധിയിൽ പറയുന്നു. മുല്ലപ്പെരിയാർ ഉണർത്തുന്ന പ്രധാന സുരക്ഷാ പ്രശ്നങ്ങൾ 5 എണ്ണമാണ്. അവ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. 1. പരമാവധി ഒരു അണക്കെട്ടിൻ്റെ കാലാവധി 50 വർഷമാണ് എന്നിരിക്കെ 130 വർഷത്തെ പഴക്കമുള്ള ഈ അണക്കെട്ടിന് എത്ര മുൻകരുതൽ എടുത്താലും ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ കഴിയില്ല. 2. നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതങ്ങൾ കാലപ്പഴക്കത്തെ അതിജീവിക്കുന്നില്ല. 3. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിൽക്കുന്നത് ഭൂകമ്പ സാധ്യതാ മേഖലയിലാണ്. 4.
അണക്കെട്ട് പരിപാലിക്കുന്നതിൽ ധാരാളം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. 5. അണക്കെട്ടിന്റെ ആകെ ഉയരത്തേക്കാൾ കൂടുതൽ വെള്ളം പൊങ്ങിയാൽ മുകളിലൂടെ വരുന്ന വെള്ളം അണക്കെട്ടിന്റെ താഴെ പതിക്കുകയും അതുമൂലം അണക്കെട്ടിന്റെ അടിത്തറ ഇളകുകയും അണക്കെട്ട് നിലം പതിക്കുകയും ചെയ്യും. ഇതുകൂടാതെ അണക്കെട്ടിന്റെ അടിഭാഗം ഇളകി മറിയുകയും നിരങ്ങി മാറുകയും ചെയ്യാം. പെട്ടെന്നുണ്ടായ ജലപ്രളയത്തിൽ മധ്യപ്രദേശിലെ ടിഗ്ര അണക്കെട്ട് ഇപ്രകാരമാണ് നിലം പതിച്ചതെന്ന് ഓർക്കേണ്ടതുണ്ട്. മുല്ലപ്പെരിയാർ വിവാദ വിഷയമായതോടെ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് ഔദ്യോഗികവും അനൗദ്യോഗികവുമായ ധാരാളം പഠനങ്ങൾ വിവിധ സ്ഥാപനങ്ങൾ നടത്തുകയുണ്ടായി. ഓരോ പഠന റിപ്പോർട്ടും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കേരളവും തമിഴ്നാടും കേന്ദ്ര ഏജൻസികളും തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ ഇതിൻ്റെ തകർച്ച കാരണം ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലെ 3.5 ലക്ഷം ആളുകളെ നേരിട്ട് ബാധിക്കുമെന്നത് അതിഗൗരവമുള്ളതാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തകരുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് പലവിധ പ്രശ്നപരിഹാരങ്ങളും മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട്. അവ പ്രധാനമായും ഇവയാണ്. 1. നിലവിലുള്ള ഡാമിന് താഴെ പുതിയൊരു അണക്കെട്ട് പണിയുക. നിലവിലുള്ള ഡാമിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക. 2. നിലവിലുള്ള ഡാം സുരക്ഷിതമാണ്. എന്തെങ്കിലും ബലക്ഷയമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഡാം ബലപ്പെടുത്തണം. 3. നിലവിലുള്ള ഡാമിലെ ജലനിരപ്പ് കുറച്ച് തടയണയാക്കി നിലനിർത്തുക. അപകട സാധ്യത കുറയ്ക്കുക. ജലനിരപ്പ് കുറയ്ക്കുന്നതിനനുസരിച്ച് തമിഴ്നാടിനുള്ള ജലലഭ്യത ഉറപ്പുവരുത്താൻ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുവാൻ ആവശ്യമായ ആഴത്തിൽ പുതിയ ടണലുകൾ നിർമ്മിക്കുക. 4. മുല്ലപ്പെരിയാറിലെ വെള്ളം ഇടുക്കിയിൽ സംഭരിക്കുക. അവിടെ നിന്നും പുതിയ ടണൽ മാർഗം തമിഴ്നാടിന് വെള്ളം നൽകുക. മുല്ലപ്പെരിയാർ ഡാം നിർജീവമാക്കുക. പ്രിയ പ്രേക്ഷകരെ, മുല്ലപ്പെരിയാറിനെ ഹ്രസ്വമായി വിവരിച്ചതാണ് ഇവിടെ. നിങ്ങളുടെ വിലപ്പെട്ട പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകരിക്കാൻ ഷെയർ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ വളരെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം. നന്ദി.